എമിഎസ് പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വിദേശയാത്രയ്ക്കെത്തിയ ഫസൽ ഗഫൂറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞ് തിരിച്ചയച്ചു. ഉപാധികളോടെയാണ് തിരിച്ചയച്ചത്. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ഇഡി ചോദ്യം ചെയ്യും. ഓസ്ട്രേലിയയിലേക്ക് പോകാനാണ് ഫസൽ ഗഫൂർ എത്തിയത്. നേരത്തെ ലഭിച്ച സമൻസുകളിൽ ഫസൽ ഗഫൂർ ഹാജരായിരുന്നില്ല. വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഫസൽ ഗഫൂറിനെ തടഞ്ഞു വെച്ച് തിരിച്ചയച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫെമ കേസ് നിലവിലുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നതിനിടയിൽ കേസിന്റെ ഭാഗമായി തന്നെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ഇതിനിടയിലാണ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് വേണ്ടി ഫസൽ ഗഫൂർ കുടുംബസമേതം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. ഇവിടെയാണ് ഫസൽ ഗഫൂറിനെ തടഞ്ഞു വെച്ചത്. പ്രാഥമികമായ ചില വിവരങ്ങൾ ശേഖരിച്ച ശേഷം തിരികെ താൽക്കാലികമായി വിട്ടു. വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും അറിയിച്ചിട്ടുള്ളത്. അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളതും പരാതി എന്ന് പറയുന്നത് കോഴിക്കോട് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുന്നതിന് വേണ്ടി പല ആളുകളിൽ നിന്ന് പണം പിരിച്ചു. ആ പണപ്പിരിവ് നടത്തിയതിന് ശേഷം ആശുപത്രിയുടെ നിർമ്മാണം നടന്നില്ല. വലിയ തോതിൽ സാമ്പത്തികമായി ഈ ആളുകളെയെല്ലാം തന്നെ വഞ്ചിച്ചു എന്ന പരാതിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനിടയിലാണ് ലുക്കൌട്ട് സർക്കുലറിന്റെ ഭാഗമായി ഫസൽ ഗഫൂറിനെ കസ്റ്റഡിയിൽ എടുത്തത്. ഒപ്പം തന്നെ പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സമൻസ് നൽകാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. ഫസൽ ഗഫൂറിനെതിരെ നടപടി. അദ്ദേഹത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചയച്ചു. ഉടൻ ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഇഡിയുടെ തീരുമാനം. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.